എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അനുഭവം പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയണം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ നിങ്ങളോട് പറയാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെയുള്ള ഒരു അനുഭവം അയച്ചു തന്നു. ഇത് അയച്ചു തന്ന ആളുടെ മകളുടെ വിവാഹ വാർഷികമാണിന്ന്. ഇത് അവർക്ക് കൂടെ സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ കാര്യമല്ലേ, ഇങ്ങനെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പം നിങ്ങളോട് പെട്ടെന്ന് തന്നെ പറയണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കേട്ടു നോക്കാമല്ലോ അല്ലേ. കൃഷ്ണ, ഒരു അഷ്ടമിരോഹിണി നാളിൽ 6 വർഷം മുമ്പായിരുന്നു എൻ്റെ മോളുടെ കല്യാണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു താലികെട്ട്. 2018 സെപ്റ്റംബർ 2 ഞായറാഴ്ച. കല്യാണത്തിന് 4 ദിവസം മുമ്പ് ബുധനാഴ്ച ഞാനും മോളും കൂടി ഞങ്ങളുടെ തറവാട്ടു ക്ഷേത്രത്തിൽ മോളെ ഒന്ന് തൊഴാൻ കൊണ്ടുപോയി. വൈകിട്ടാണ് പോയത്. 1.5 മണിക്കൂർ യാത്ര ചെയ്യണം ക്ഷേത്രത്തിലെത്താൻ. നമ്മുടെ വണ്ടി ആയതിനാൽ പേടിയൊന്നുമില്ലായിരുന്നു. അവിടെ പോയി തിരിച്ചു വരുന്ന വഴി എൻ്റെ സഹോദരിയെയും കൂട്ടി. കല്യാണമല്ലേ, തിരിച്ചു വരുമ്പോൾ ഗുരുവായൂരിൽ കയറണമെന്നും മയിൽപ്പീലി കുറേ വാങ്ങണമെന്നും മോള് ഞങ്ങളുടെ ഡ്രൈവറോട് പറഞ്ഞിരുന്നു. തിരക്ക് കാരണം ഭർത്താവിന് കൂടെ വരാൻ സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് ഗുരുവായൂർ എത്തിയപ്പോൾ രാത്രി 9 മണി. 2 ദിവസം കഴിഞ്ഞാൽ പുടവ കൊടുക്കുന്ന ചടങ്ങാണ്. അതിൻ്റെ ഭാഗമായി ഡ്രസ്സിൽ ചാർത്താനാണ് പീലി. ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് കൊടിമരത്തിന്റെ അടുത്ത് നിന്ന് തൊഴുതു വരാമെന്ന്. അവിടേക്ക് ചെന്നപ്പോൾ അധികം തിരക്ക് കണ്ടില്ല. ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഞങ്ങളെ കടത്തിവിട്ടില്ല, ക്ലോസ് ചെയ്തു. എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കൃഷ്ണ, ആഗ്രഹിച്ചു വന്നിട്ട് നിന്നെ ഒന്ന് തൊഴാൻ പറ്റിയില്ലല്ലോ. നിന്റെ നടക്കിൽ തന്നെയല്ലേ താലികെട്ട്. പിന്നെ കൃഷ്ണാട്ടം വഴിപാടും വേറെ വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ശേഷം ക്യൂവിൽ ആരുമില്ലായിരുന്നു. അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് കടക്കാമായിരുന്നു. എന്താ കണ്ണാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. കല്യാണ ദിവസം തിരക്കാവും, അഷ്ടമിരോഹിണിയല്ലേ. പുലർച്ചെ 4 മണിക്ക് പോയി താലികെട്ട് നടത്തണമെന്നാണ് തീരുമാനം. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഗുരുവായൂരിലാണ്, രാത്രിയാണ്. കസവുമുണ്ടും കഴുത്തിൽ വലിയ രുദ്രാക്ഷവും കിട്ടിയ മാലയൊക്കെ ചാർത്തിയ തേജസ്സുള്ള ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു, മോളുടെ കാര്യമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, എനിക്കും തൊഴാൻ പറ്റിയില്ല, നമുക്ക് ഒരുമിച്ച് തൊഴാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. കണ്ണന്റെ സന്നിധിയിലല്ലേ, പേടിക്കേണ്ടല്ലോ, നിറയെ ആളുകളുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തൊഴാനായി അവിടെ തുറന്നു. ആ സമയത്ത് കുറച്ചു നേരം അവിടെ തുറക്കാറുണ്ടത്രേ. ചെറിയ കുട്ടികളെ എന്ന പോലെ അദ്ദേഹം ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈ ഓവർ വഴി പോകുമ്പോഴും ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വിചാരിച്ചു, ഇനി കുഴപ്പമില്ലല്ലോ, സുഖമായി തൊഴാമല്ലോ എന്ന്. ഇതിനിടയിലെ 2 പേര് ഞങ്ങളുടെ മുന്നിൽ വന്നു വിട്ടു. അവരെയൊക്കെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി ഞങ്ങളെ എത്രയും വേഗം നടയിലെത്തിക്കാൻ ശ്രമിച്ചു. ഭക്തരെ നിയന്ത്രിക്കുന്ന സ്ത്രീയോട് പറഞ്ഞു, ഇവരുടെ മകളുടെ കല്യാണം അഷ്ടമിരോഹിണിയാണ്, ഇവർ കുറച്ചുനേരം ഇവിടെ നിന്ന് തൊഴുതോട്ടെ എന്ന്. ഞങ്ങൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടി തൊഴുതു. ആ സ്ത്രീയാണെങ്കിൽ കെട്ടിയിട്ട പോലെ ഒന്നും മിണ്ടിയില്ല. എത്ര നേരം അവിടെ നിന്നു എന്നറിയില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും നേരം ഇങ്ങനെ ഭാഗ്യമുണ്ടായത്. പെട്ടെന്ന് ഒരു നിമിഷം അതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച് സുരക്ഷിതമായി ഇവിടെ എത്തിച്ച ആ നന്മയുള്ള മനുഷ്യനെ പെട്ടെന്ന് കാണാനില്ല. ഇത്ര പെട്ടെന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി? ഞങ്ങൾ ശ്രീകോവിലിന്റെ ചുറ്റുഭാഗവും ചുറ്റമ്പലത്തിലെല്ലാം കുറേ നേരം നോക്കി നടന്നു. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എല്ലായിടത്തും നടന്നു തിരഞ്ഞു. ഒരു നന്ദി വാക്ക് പറയാതെ എങ്ങനെ തിരിച്ചു പോവുക? പിന്നെ സന്തോഷത്തോടെയും തെല്ലൊരു നിരാശയോടെയും കൂടി നിൽക്കുമ്പോൾ മോള് പറഞ്ഞു, അമ്മേ, ഡ്രൈവർ ചേട്ടനും വലിയമ്മയും നമ്മളെ കാത്തു നിൽക്കുകയല്ലേ, നമുക്ക് വേഗം പോവാമെന്ന്. അങ്ങനെ നടയിൽ നിന്ന് ഒന്നുകൂടി തൊഴുതു നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, അത് നീയായിരുന്നു, അതോ ഞങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച നിന്റെ ഭക്തനാണോ? തിരിച്ചു കാറിൽ കയറുമ്പോഴും ഞാൻ അവിടെയൊക്കെ തിരയുകയായിരുന്നു. എൻ്റെ കൃഷ്ണ, ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. വരുമ്പോൾ പീലി വാങ്ങാൻ ആ പയ്യൻ ഇതുപോലെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പീലി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. യാത്രയിൽ എൻ്റെ ചിന്ത പല വഴിക്ക് തിരിഞ്ഞു. വീട്ടിലെത്തിയ ഉടൻ തന്നെ പൂജാമുറിയിൽ കയറി മോള് കൃഷ്ണന്റെ നെറുകയിൽ പയ്യൻ കൊടുത്ത് പീലി ചാർത്തി പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ആ പുണ്യം നിറഞ്ഞ ദിവസത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. പുറത്ത് കൊടിമരത്തിന്റെ മുന്നിൽ നിന്ന് തൊഴാൻ പോയ ഞങ്ങളെ അവിടുത്തെ തിരുമുമ്പിലെത്തിച്ചല്ലോ. കൊടാനുകൂടി നന്ദി പറയുന്നു കൃഷ്ണ. എത്ര പറഞ്ഞാലും മതി വരില്ല എൻ്റെ ഉണ്ണിക്കണ്ണ. രാത്രിയിൽ തേജോമയമായ ഒരു വ്യക്തി വന്നിട്ട് ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുന്നിൽ എന്താണ് നിർത്തി കൊടുക്കുകയാണ് തൊഴുതോളാൻ വേണ്ടിയിട്ട്. അതാരായിരിക്കും? ഗുരുവായൂർ അങ്ങനെ പലതും സംഭവിക്കും. ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് രാത്രി ഒരു ദിവസം എവിടുന്നോ ഓടി വന്നൊരു ചേട്ടൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നിട്ട് ഇതാ അവിടെ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്ത അദ്ദേഹം അവിടെയൊക്കെ തന്നെ ചുറ്റിത്തിരിയുന്നുണ്ടാവും, പല വേഷത്തിൽ പല ഭാവത്തിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കൂടുതൽ മനോഹരമായ ഒരു രാത്രി നിങ്ങൾക്ക് സമ്മാനിക്കാനില്ല. ഇത് അയച്ചു തന്ന ചേച്ചിയുടെ മകളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്കും കൊടുക്കാം നമുക്ക് 100 ആശംസകൾ. ഹരേ കൃഷ്ണ.